ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപിടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1720 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 8ഓളം വില്ലകളുള്ള ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്ററുമാണ്. കിഴക്ക് ദർശനമായി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീട് മാത്രമാണ്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വെച്ച വഴിയാണ് വീടിന് മുന്നായുള്ളത്. ജാളി വർക്കൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമുതൽ ചെയ്തിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വലിയൊരു പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഇതുകൂടാതെ ബൈക്കും മറ്റും വെക്കുന്നതിനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2-3 പേർക്ക് സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആക്കിയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നുകയല്ല. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. ലൂർ പാനൽസും അതിന് ബാക്ക്ഗ്രൗണ്ടിലായി നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ ഇവിടെ ബിൽഡർ നൽകിയിട്ടുണ്ട്. വുഡൻ സീലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കൊന്ന് കടന്നുകയല്ലാം. വളരെ വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സാധാരണയായി ബഡ്ജറ്റ് വീടുകൾക്ക് നമ്മൾ ഇത്ര വലിയ ഡൈനിങ് ഏരിയ കാണാത്തതാണ്. 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഡബിൾ ഹൈറ്റഡ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു വാൾപേപ്പർ ഡിസൈനും നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നുകയല്ലാം. സ്റ്റാൻഡേർഡ് സൈസിൽ അത്യാവശ്യം സ്പേസ് കൊടുത്തു തന്നെയാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് വീടിന്റെ കിച്ചൺ പണിതിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ബിൽഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ചിമ്മിണി കൂടി ബിൽഡർ കസ്റ്റമർക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നുകയല്ലാം. ഏകദേശം 11.5 അടി നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ബെഡ്റൂം സീലിംഗും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കയറി പോകുമ്പോഴുള്ള മനോഹരമായ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ഈ ഭാഗത്തായി ബിൽഡർ ഭംഗിയുള്ളൊരു ഷാൻലിയറും നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻ വർക്കിൽ തന്നെയാണ് ഈ വീടിൻ്റെ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൻ്റെ ഒരു കോർണറിലായി നമുക്കിവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിലായി ചെറിയൊരു സ്റ്റഡി ടേബിൾ കൂടി ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നുകയല്ലാം. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നുകയല്ലാം. ഏകദേശം 12 അടി നീളവും 9 അടി വീതിയും വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ളൊരു വാർഡ്രോബ് ഈ റൂമിലും ബിൽഡർ നൽകിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് വീടിൻ്റെ 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണികളിലേക്കൊന്ന് കടന്നുകയല്ലാം. ഈ വീടിന് 2 ബാൽക്കണികളാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. ഒരു ചെറിയ ബാൽക്കണിയും കൂടാതെ മറ്റൊരു വലിയ ബാൽക്കണിയും.
നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നതാണ് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിങ്ങിലായി നല്ലൊരു പാനൽ വർക്കൊക്കെ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. GI ട്യൂബിലാണ് ഹാൻഡ് റെയിൽ വർക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും കിച്ചനും ബെഡ്റൂമും എല്ലാം തന്നെ ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാതെ അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബഡ്ജറ്റ് വീടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1720 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.